ഞാൻ വിചാരിച്ച ഇറക്കല്ല. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി ഇട്ടാ ടയർ നോക്കി, ടയർ പൊളിഞ്ഞ് ഉള്ളി കയറിയതിൻ്റെ ഇതാണ് അവസ്ഥ. കണ്ടോ ായിരുന്നു. അപ്പോൾ ഇത് ഇളക്കി പറിച്ചെടുത്തപ്പോൾ എന്താ സംഭവം കണ്ടില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും വണ്ടികൾ കിടക്കണമുണ്ട്. ഇവിടെ ഇറങ്ങി പോണോടത്ത് നല്ല പണിയാട്ടാ. കയറിട്ടും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇടയ്ക്ക് ചതിക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് വണ്ടിയുടെ ഓട്ടം തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ അജീഷിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജീഷ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ ഓടാണ് നമ്മൾ കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. മരത്താക്കര ഭാഗത്താണ്. അപ്പോൾ അവിടേക്ക് വണ്ടി എടുത്ത് പോകാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജാക്കി ലിവർ, സ്പാനർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പായയും കയറും സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ എന്താ പറയുക വണ്ടിയിൽ കയറ്റി ഇതിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ലോറിയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് കാര്യങ്ങൾ സംഭവങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ വണ്ടിയിലേക്ക് മാറ്റി കയറ്റണം. അതൊക്കെയാണ് പരിപാടി. ആദ്യമായിട്ടാണ് ലോഡ് കയറ്റാൻ പോകുന്നത്. എങ്ങനെയാണ് സംഭവങ്ങളൊന്നും ഒന്നും അറിയില്ല. ഈ ടിപ്പർ പ്രസ്ഥാനം മാത്രമല്ല നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് അവനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒപ്പം ഒന്ന് പോയി നോക്കാം. അതുപോലെ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതയ്ക്ക് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണട്ടോ. ഇനി അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. നിതയ്ക്ക് ചെറുതായിട്ട് പനി ആയിരുന്നു. നിതയുടെ പനി മാത്രമോ, പനി, ഛർദി, മൊത്തത്തില് വലിയ മേലുവേദനയൊക്കെ ആയിരുന്നു. അതൊക്കെ കുറഞ്ഞു. മരുന്നുണ്ട്, ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ ഇവിടെ പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവന് റെസ്റ്റ് എടുക്കുക. പിന്നെയുള്ള ഗുളിക സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ അല്ലേ? മേടിക്കണൊക്കെ. അപ്പൊ അങ്ങനെ ഡോക്ടറെ കണ്ടുവരും പനിന്. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇവന് ഏത് ആർട്ടിസ്റ്റിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കാണിച്ചോ നീ കേട്ടാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്താം. പോട്ടെന്നാ ഒരു ബൈ ബൈ പറയുമ്പത്തേ. ബൈ ബൈ. ഞങ്ങളുടെ ഇവിടെ മധുര ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ഏതോ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു 3-4 കാരവനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതൽ വണ്ടികളൊക്കെ കിടക്കണം. അപ്പോൾ അങ്ങോട്ട് പോയിപ്പോൾ നോക്കി പോവായിരുന്നു. ഏത് സിനിമ ആരെങ്കിലും കാണാൻ പറ്റുമെന്ന്. ആരെയും കണ്ടില്ല ഗൈസ്. നമ്മൾക്ക് ജാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെന്നോളാൻ പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അത് മേടിക്കാനായിട്ട് പോവാണ്. പിന്നെ അജീഷ് ഓട് കയറുന്ന സ്ഥലത്ത് ലൊക്കേഷൻ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അജീഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് ലോഡ് കയറ്റുന്നത് എന്തോരായിരുന്നു നോക്കിയിട്ട് വേണം നമുക്ക് കാർ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അവൻ്റെ ഒപ്പം കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ ലോറിയിലേക്ക് എടുത്ത് വെക്കുകയും വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് വരാം കേട്ടോ. ഇതാണ് നമ്മൾ വണ്ടി മേടിച്ച ആൾക്കാരുടെ വണ്ടി ഷെഡ് കേട്ടോ. ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് ഇവർ വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ളത്. അതുപോലെ പണി ചെയ്യൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണത്. അതേ കണ്ടില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും വണ്ടികൾ കിടക്കണമുണ്ട്. ഇവിടെ എവിടെയോ ജാക്കി ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആളെന്ന് വിളിച്ച് ചോദിച്ചു നോട്ടെ ഏതാ വണ്ടിയുടെ അടുത്തിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് ഗായ്സ്, ഞാനേ ഫാസ്റ്റ് ടാഗ് ചാർജ് ചെയ്യാനായിട്ട്, അതായത് നമ്മളുടെ ലോറിയിൽ ഇപ്പോൾ ഫാസ്റ്റ് ടാഗ് വേണമല്ലോ നിലവിൽ. അപ്പോൾ മറ്റേ ആളുടെ പേരിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഫാസ്റ്റ് ടാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയതാ. തൊട്ടിപ്പുറത്ത് വന്നിട്ട് ഒരു മറ്റേ ടോറസിന്റെ ഒരു ടയർ അങ്ങോട്ട് അലക്കിയതാ. എൻ്റെ പൊന്നോ, ഒരു മറ്റെന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന് അമ്മിട്ട് പൊട്ടിയ പോലെ ജാതി സൗണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിന്റെ ബാക്കിലത്തെ ടയറിന്റെ ഇത് തെറിച്ചിട്ട് ചില്ലും സാധനങ്ങളടക്കം ബ്രേക്ക് ലൈറ്റ് ഒക്കെ പൊട്ടിപ്പോയിന്നുണ്ട്. ഇവിടെ റോട്ടിൽ ചില്ലടക്കം കിടക്കണു. അത്ര സൗണ്ടായി. ഞങ്ങൾ ഞെട്ടിപ്പോന്ന് പേടിച്ച് വിറച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരുവായി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ടാഗ് എടുക്കണമെന്ന് വെച്ചാൽ 1100 രൂപയാണ് ഏത് കമ്പനിയുടെ ഫാസ്റ്റ് ടാഗ് എടുക്കുകയാണെങ്കിലും വരുന്നത്. 12 വീല് വണ്ടിയൊക്കെ വെയിറ്റ് നോക്കിയിട്ടാണെന്നാണ് പറയണത് ഇവർ. 12 ടാഗ്. അപ്പോൾ ഏത് ടാഗാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ 12 എന്ന് എഴുതിയിട്ടുള്ള ടാഗാണ് വേണ്ടത് നമ്മൾ പറയണം 12 വീലാണെങ്കിൽ. അപ്പം നമ്മളുടെ പേരിലാണ് പുതിയ അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്ത് ഫാസ്റ്റ് ടാഗിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആവും. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ 1100 രൂപ കൊടുക്കുമ്പോൾ പല ബാങ്കുകാരും പല രീതിയിലാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അതായത് ബാങ്കിൽ ഫിക്സഡ് ആയിട്ട് കിടക്കുന്ന പൈസയുണ്ട്. അത് 300 മേടിക്കുന്നവരുണ്ട്, 400 മേടിക്കുന്നവരുണ്ട്, 200 മേടിക്കുന്നവരുണ്ട് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഫെഡറൽ ബാങ്കിൻ്റെയാണ്. ഈ ഫെഡറൽ ബാങ്കിൻ്റെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് 1100 രൂപ കൊടുക്കുമ്പോൾ ടോള് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് 400 രൂപയാണ് അതിനകത്ത് ഉണ്ടാവുക. ബാക്കി പോയിട്ട് 300 രൂപ അവരുടെ, 400 രൂപ പോയിട്ട് 200 രൂപ പോയിട്ട് അവരുടെ ഫിക്സഡ് ചാർജ്. അപ്പോൾ 600 രൂപയാണ് അങ്ങനെ ടോട്ടൽ വരുന്നത്. ബാക്കി കമ്മീഷനാണ്. അതായത് ഇപ്പോൾ 600 രൂപ കഴിച്ചിട്ട് 500 രൂപ ഇവർക്ക് ഒരു
കാർഡ് ചാർജ് ചെയ്തവർ വന്നിരിക്കണതല്ലേ, ഈ ഏജൻറ്റുമാർക്കുള്ള പൈസയാണ് 500 രൂപ. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പൈസ വരുന്നത്. അപ്പോൾ ആ പയ്യൻ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു. നമ്പർ, നമ്മുടെ വണ്ടിയുടെ നമ്പർ, RC ബുക്ക് കൊടുക്കുക. RC ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ള, പാൻ കാർഡ്, അതേപോലെ ആധാർ കാർഡ്, വണ്ടിയുടെ RC, ഈ 3 സംഭവങ്ങളും കൊടുത്ത് നമ്മളിപ്പോൾ ഓൾറെഡി അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1100 രൂപയുടെ കാർഡാണ് എടുത്തിട്ടുള്ളത്. 1100 രൂപയിൽ 4 600 രൂപ, അതിൽ 400 രൂപ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടി. അങ്ങനെയാണ് കാർഡിൻ്റെ സിസ്റ്റം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പുതിയതായിട്ട് വേറെ ആൾക്കാരുടെ പേരിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറഞ്ഞത്. അവരുടെ പേരിൽ അത് ബ്ലാക്ക് ലിസ്റ്റിലാണ് കിടക്കുന്നത്. അതായത് ആ വണ്ടി ടോള് ഇതിന് മുന്നേ പൈസ ഇല്ലാണ്ട് കിടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ലിസ്റ്റിൽ, അതായത് പൈസ അടയ്ക്കാണ്ട് അതിൽ കിടക്കണമെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ആദ്യം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ പേരെന്താ? റാഫേൽ. ഇവനാണ് കേട്ടോ എനിക്ക് ഈ സംഭവം, ഫാസ്ടാഗിന്റെ സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഇതല്ല നമ്മുടെ ഇത് പിങ്ക് കാർഡ്. നമുക്കൊക്കെ ഈ 12 വീലിന് എല്ലാത്തിനും പിങ്ക്. അത് വെയിറ്റിന്റെ ആണോ? അത് പിങ്ക് അല്ലേ? അതായത് 25 ടൺ പാസേജിനാ വണ്ടിയുടെ കാലി വെയിറ്റിനാണോ? ഏതാ വെയിറ്റ്? കാലി വെയിറ്റിനാണോ അങ്ങനെയാണോ അറിയില്ല. ഞാൻ ചോദിക്കുന്നത് ടോട്ടൽ വണ്ടിക്ക് കപ്പാസിറ്റി ആണോ നോക്കാതെ കാലി വണ്ടിയുടെ വെയിറ്റ് ആണോ നോക്കാന്ന് ചോദിച്ചേ. വണ്ടിയുടെ വെയിറ്റ്, കാലി വെയിറ്റ്. ശരി തന്നെയാണെന്ന് വിചാരിക്കാം. അവനൊരു പറഞ്ഞതില് ഒരു തൃപ്തിയല്ല, ശരിയല്ല എന്നുള്ള തോന്നലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അവൻ സംഭവം ശരിയാക്കിയിട്ടുണ്ട്. പോയാ നമുക്ക് OTP വരണ്ടേ ഇനി? ഫോണിലേക്ക് ഒരു OTP വന്നിട്ട് അത് OTP സെറ്റ് ചെയ്തതിന് ശേഷമാണ് അക്കൗണ്ട് ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ടോള് പാസ്സാവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ 600 രൂപയാണ് ടോള് പൈസ എന്ന് വെച്ചാൽ 1200 രൂപ കൊടുക്കേണ്ട ഒരു ട്രൗസർ പൊളി. അപ്പോൾ അത് കാരണം ആ സംഭവം വേണ്ട, അത് കിട്ടിയിട്ടാണ് പോകണുള്ളൂ. അപ്പോൾ എന്തായാലും സെറ്റാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അജീഷ് അവിടെ കയറ്റുന്നുണ്ട്, ലോഡ് കയറ്റുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അജീഷിന് അവിടേക്ക് എത്തുമ്പോൾ ഇനി നേരം വൈകി. അജീഷിന് ഊണ് മേടിച്ച് പോകണോ? അതല്ല, 12 മണി ആവണുള്ളൂ. ഇനി ചെന്നിട്ട് ഊണ് കഴിക്കാൻ പോകണം. അവൻ കുറേ നേരം അതിൽ അവിടെ നിൽക്കണം, ലോഡ് കയറ്റുന്നിടത്ത്. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലായിരുന്നു, സുഖമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരൻ നിന്നെ എവിടെ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? മാരയുടെ അവിടെ ഇവനെ ഇറക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവൻ അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചാ? നിനക്ക് 2 സ്ഥലം ഉണ്ടാ? അതെ, ഇവർ പറയണ അനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിടാം. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി ഇട്ടാ. ടയർ നോക്കി, ടയർ പൊളിഞ്ഞ് ഉള്ളി കയറിയതിൻ്റെ ഇതാണ് അവസ്ഥ. കണ്ടോ, ആളൊക്കെ പറിച്ചെടുക്കുക. കണ്ടോ, ടയറിൽ നിന്ന് അത് പിടിച്ച് നമ്പർ പ്ലേറ്റ്, മഡ് ഗാർഡ്, ഇൻഡിക്കേറ്റർ, സകല സാധനം പോയി. എൻ്റെ പൊന്നി, ടയർ മാത്രം മാറ്റിയാൽ പോരാ, ഇനി മൊത്തം അഴിച്ചെടുത്ത് റെഡിയാക്കണുണ്ട്. പാവം ചേട്ടൻ പെട്ടു. തണലത്തുള്ളവരും രക്ഷപ്പെട്ടു. തണലത്ത് ഒതുക്കി നിർത്തിയിട്ടുണ്ട് പുള്ളി. നീ ശരിക്കും പേടിച്ച് ഞെട്ടി ഓടിയെന്ന് പറയണത് ശരിയാ? എല്ലാവരും ഓടിയിട്ടോ. ആ നിലയ്ക്ക് ഈ പ്രദേശവാസികൾ മൊത്തം ഓടി. നമ്മളെത്ര ശബ്ദം ഉണ്ടാക്കാൻ കിടക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാസ്ടാഗ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്നും നോക്കാനില്ല. നമ്മുടെ മണ്ണുത്തിന്ന് നടത്തറ അങ്ങോട്ട് മുതൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്ര ഉണ്ടാ? 5 എണ്ണം ഉണ്ടാ? 5-10 എണ്ണം ഉണ്ട് കേട്ടാ. ഇത് തന്നെയപ്പോ ബിസിനസ്. ഏതാ നമ്മുടെ സ്ഥലം? ഏതാ? എവിടെ? അതല്ല, ആ കൗണ്ടർ. അവിടേക്ക് നിർത്താൻ നമുക്ക്. ഏത് ഈശോ, ഒരേ കൗണ്ടറിൽ ഒതുക്കി കൊണ്ടു വെച്ചേക്കല്ലേ. ഇനിയിപ്പോ അപ്പുറത്തെ സ്ഥലത്ത് പോയിരിക്കാനും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്നപ്പോ ഒരു വിവരം അറിഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്ടാഗ് എന്ന് പറഞ്ഞ സംഭവം PTM ആയിരുന്നു. PTM ഇപ്പൊ ഫാസ്ടാഗിന്റെ പരിപാടി നിർത്തി. അയ്യോ, കൂട്ടിയാകെ നിലത്തേക്ക് പോകണല്ലോ. പരിപാടി അങ്ങോട്ട് നിർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോ ഇത് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിറച്ചും പൊടി നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് ഏതാ നീ എനിക്ക് തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഒരെണ്ണം നമ്മൾ മാറ്റി ഒട്ടിക്കണില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചില്ല് ഇനി മാറ്റുമ്പോൾ വീണ്ടും അത് പറിച്ചെടുക്കാൻ പറ്റാണ്ട് ഇത് മാത്രം പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെയ്യണമെങ്കിൽ എത്ര രൂപ അവിടെ? ഇപ്പൊ ചില്ല് പൊട്ടി, നമ്മൾ ആ സാധനം കേടായി വേറെ ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പോവും? ബാർകോഡ് ഇട്ടായാൽ മതി ഇന്നല്ലേ, കളയേണ്ടിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ആരെങ്കിലും ചില്ല് പൊട്ടിയാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാർകോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ടാഗ് ഫ്രീ അല്ലേ, പിന്നെ കിട്ടുമ്പോൾ അതിന് പൈസ ഉണ്ടാവും. അതിന് പൈസ ഇല്ല. അപ്പോൾ അത് കാരണം പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ അത് മാറ്റി നമ്മുടെ ഇതാക്കിയിട്ടാണ് എന്താ പറയുക, PTM മാറ്റി ഫെഡറൽ ബാങ്ക് ആക്കി. അപ്പോൾ ആരെങ്കിലും PTM ഉപയോഗിക്കണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലും വണ്ടി പാസ്സാവില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ 2 ഇരട്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ, പൈസയായിട്ട് കൊടുത്തു കഴിഞ്ഞാലേ കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 5000 രൂപ കിടക്കണമെന്ന് വിചാരിക്കുക PTM ഫാസ്ടാഗിൻ്റെ ഇതിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ PTM ബാങ്കിലേക്ക് ഓട്ടോമാറ്റിക്കലി
എന്താ പറയുക, ആ പൈസ ആഡായിട്ട് വരും 7 ദിവസത്തിനുള്ളിൽ അല്ലേ, 7 ദിവസത്തിനുള്ളിൽ ആഡായി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന കാരണം ആ കാര്യം മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കിടക്കില്ലെങ്കിൽ അവിടെ ചെന്ന് അവരോട് അലമ്പുണ്ടാക്കേണ്ട വരികയത്, മറ്റേ ടോളുകാരോട് പോയിട്ട് ചുട്ടലമ്പ്, എൻ്റെ ബാങ്കിൽ പൈസ ഉണ്ടോ എന്നെ കിടത്തി വിടാന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കേണ്ട വന്നത് കാര്യം മനസ്സിലായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, Paytm ഉള്ള ആൾക്കാർ മാറ്റി സംഭവം വേറെ ഏതെങ്കിലും ആക്കിക്കോട്ടെ, അത് നിർത്തിയെന്നാണ് പറയണത്. നീ പറഞ്ഞത് ശരിയല്ലടാ? അതെന്നോട് വേറെ ചേട്ടനും പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ ഇതിൽ ഫാസ്ടാഗ് ഇത് കണ്ട സമയത്ത് പറഞ്ഞു, അയ്യോ Paytm നിർത്തി, നിങ്ങൾ അറിഞ്ഞില്ലേ, മാർച്ചല്ല ഫെബ്രുവരി 31 വരെ, ഫെബ്രുവരി 31 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ടോളിൽ ഈ ഫാസ്ടാഗുള്ള വണ്ടികൾ കടത്തി വിടില്ല, ഈ ഫാസ്ടാഗ് അതായത് Paytm ഉള്ള വണ്ടികളെ കടത്തി വിടില്ല, പൈസ മേടിച്ചിട്ട് കടത്തി വിടുന്നത് എന്നോട് വേറൊരാൾ പറഞ്ഞായിരുന്നു. നമുക്ക് വലിയ ആവശ്യങ്ങളില്ല, ഞാൻ എറണാകുളം പോയി വന്നപ്പോഴൊക്കെ ടോൾ കൊടുക്കാത്ത റൂട്ടിൽ ഞങ്ങൾ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ അടുത്ത് വയ്ക്കുക, ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് പൈസ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ. ഇപ്പം എന്തായാലും ഇവനൊരു കച്ചവടം കണ്ടി കൊടുത്തു. അപ്പോൾ 2 കച്ചവടം കിട്ടി നിനക്ക് അല്ലേ? ഹാപ്പി ആയില്ലേ? അല്ല, അജീഷ് വിശന്ന് ഇപ്പം എന്നെ തെറി വിളിക്കണ്ടാവും. എപ്പോഴത്തെ ഫുഡ് കഴിക്കാൻ, ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാ, നിൽക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് നിന്നതാ, പണി പാടി. ഇപ്പം എത്താന്ന് പറഞ്ഞിട്ട് നീ എന്നെ ഇപ്പോൾ 1 മണിക്കൂറായില്ലേ പോസ്റ്റ് ആക്കിയിട്ട്? 1 മണിക്കൂറായി ഇവൻ എനിക്ക് പോസ്റ്റ് വന്നിട്ട്. അപ്പോൾ വൃത്തിയായി മനസ്സിലാക്കുക, ഞാനായിട്ട് ചിന്തിച്ചതല്ല. അപ്പോൾ എന്തായാലും വേഗം പോട്ടെ ഇത് കഴിച്ചിട്ട്. അങ്ങനെ നമ്മളെല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കാറിൻ്റെയും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ആക്കി, നമ്മുടെ വണ്ടിയുടെയും ഫെഡറൽ ബാങ്ക് ആക്കി. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല. ഒരെണ്ണത്തിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 2 എണ്ണത്തിലേക്കും ആക്റ്റീവായി പൈസ കയറിക്കോളും. അപ്പോൾ അത് കാരണം പ്രശ്നമില്ല. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇതാണ് ഏഷ്യറിൻ്റെ സർവീസ് സെൻറ്റർ. പല പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ വഴിക്ക് പോകുന്ന സമയത്ത്. ഇതാണ് ഏഷ്യറിൻ്റെ ബസ്സുകളും വലിയ വണ്ടികൾ മുഴുവൻ വന്ന് സർവീസ് ചെയ്യുന്നത് ഇവിടെയാണ്. വലിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഏഷ്യറിന് ചെറുവണ്ടി ഇല്ലല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും വന്ന് ഇത് ചെയ്യണത് ഇവിടെ. ഇനി എനിക്ക് അജീഷ് ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട് എവിടേക്കാണ് ചെല്ലണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ സാധനം സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് അവിടേക്ക് എത്തട്ടെ. ഗൂഗിൾ മാപ്പ് ഇടയ്ക്ക് ചതിക്കും, അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടുകമ്മി റോസറി, എന്നിട്ട് ഇതിന്റെ പേര് റോസറി തപ്പി ഇവൻ എനിക്കൊരു മാപ്പ് ഇട്ട് തന്നു. അത് മുഖാന്തരം നമ്മൾ എവിടെയൊക്കെ പോയിന്നറിയോ, കുറെ കാണാത്ത കുറെ സ്ഥലങ്ങളിലൊക്കെ കണ്ട് കറങ്ങി അടിച്ച് ഞാൻ ഇവിടെ എത്തി. ഇവിടെ ഓട് നമ്മുടെ ഇത് അടിയിൽ പിരിക്കുന്ന ഓടാണോ? മോളില് പതിക്കുന്ന ഓടല്ലേ? ആ ഓട് കയറ്റാനും വന്നേക്കണം. അപ്പോൾ ഈ ഓട്ട് കമ്പനിയിലാണ്. അപ്പൊ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ? നമുക്ക് ആദ്യം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം, എന്നിട്ട് വണ്ടിയിൽ ലോഡ് എന്തോരം അതിൻ്റെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് ഊണ് കഴിക്കാം. അതെ, ഇത് ഫാസ്ടാഗ് മറക്കണ്ട. ഇത് ഒട്ടിക്കാൻ പറ്റേട്ടാ, ഞാൻ പറയാം എവിടെ ഒട്ടിക്കണ്ടേന്നേ. റീച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. അത് ഏതെങ്കിലും നമുക്ക് ക്യാമറ പിടിക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്ഥലത്തേക്ക് നോക്കിയിട്ട് അതിൻ്റെ സംഭവം ഒട്ടിക്കണം, എന്നാലാണ് അത് ഓക്കെ ആവുള്ളേ. ഇതിപ്പോൾ എന്തിനാ രാജേഷ? കഴിഞ്ഞിട്ടല്ലേ ഇടാ? ഇത് കഴിഞ്ഞിട്ടല്ലേ ഇടാ? ഏത് സൈഡാ? ആ ഇത് കയറിട്ടും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ജിഷ, ആദ്യമായിട്ട് കാണണേ. ഇതൊക്കെ നോക്കി പഠിക്കാനേ ഞാൻ വന്നിട്ടില്ല. അപ്പുറത്ത് കഥ പറഞ്ഞ് നിന്നു. ഇത് താഴത്തേക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടി ഒറ്റൊരു ഉടക്ക് മാത്രമല്ലേ? അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് കൂടിയും കയറ്റണം. അപ്പോൾ ദേ ഇതൊരു കമ്പനി. അതുപോലെ ഇനി നമുക്ക് അടുത്തത് കയറ്റാനുള്ളത് തൊട്ടപ്പുറത്ത് ബാക്കിലൊരു കമ്പനി ഉണ്ടോ. അപ്പോൾ ഈ കമ്പനിയുടെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. ഈ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നേരെ വീണ്ടും റോട്ടിൽ കയറി റോട്ടിൽ നിന്ന് വേണം കേട്ടോ നമുക്ക് അപ്പുറത്തെ കമ്പനിയിലേക്ക് കിടക്കാനായിട്ട്. ഇതിൽ ചെറിയ വഴി ഇവർ ഉണ്ടാക്കി തരാണെങ്കിൽ സൗകര്യമായിരുന്നു വണ്ടിക്കാർക്ക് അല്ലേ. നിലവിൽ നമ്മളിത് ഈ ഓടാണ് കേട്ടോ കയറ്റി പോകണത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ 7000 ഓടാണ് കയറ്റിയിട്ടുള്ളത്. ഇനി അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് എത്രണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് കയറ്റിയിട്ടാണ് പോണത്. ഫസ്റ്റ് ട്രിപ്പ് ആയാലും നമുക്കും അങ്ങനത്തെ യാതൊരു ഐഡിയകളും ഇല്ല കേട്ടോ. അവനാണെങ്കിലും മൂഡ് കയറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ട് അറിയില്ല. ചോദിച്ചു നോക്കി നോക്കട്ടെ. അപ്പം അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല.
ആദ്യമായിട്ടൊരു പുതിയ ലോഡിന് വരുമ്പോഴേ അവനും ഐഡിയ ഇല്ല, നമുക്കും ഐഡിയ ഇല്ലാണ്ടാവുമ്പോൾ ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു കയറ്റം തള്ളി കയറാമെന്നാണ് പറഞ്ഞാൽ, നോക്കി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അജീഷ് വണ്ടി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ചെറിയ ഇതുണ്ടെന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ല എന്താവും എന്നുള്ളത്. ഒറ്റയടിക്കൊന്നും പോരില്ല കേട്ടോ, റിവേഴ്സ് എടുക്കണം. ഈ പോക്കഴിൽ കണ്ടോ ഒരു ചതുരനാണ് കേട്ടോ. ഞാൻ ചതുരൻ കുറവാണ് കണ്ടിട്ടുള്ളൂ, ഉരുണ്ടിട്ടുള്ള പോക്കഴിലാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അപ്പുറത്തെ കമ്പനിയുടെ അത് ഉരുളനും അല്ല ചതുരനും അല്ല, ഡയമണ്ട് ആകൃതിയിൽ ഉള്ള കട്ടിങ്ങുള്ള ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ ടിപ്പറുകളൊക്കെ ഈ വഴിക്ക് കല്ലെടുക്കാനോ മണ്ണെടുക്കാനൊക്കെ പോണ വഴിയാണ്. തിരിഞ്ഞൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് കയറിപ്പോയി. ഞാൻ വിചാരിച്ചാൽ തിരിഞ്ഞ് പറഞ്ഞാക്കി കയറി പോകാമെന്ന്. ഇങ്ങനത്തെ വഴിയൊക്കെ ആയിരുന്നേ നമ്മുടെ ടിപ്പർ വരെ ഒന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിയാനുള്ള ടെൻഡൻസി കാണിക്കില്ല, അതുപോലും ഉണ്ടായില്ല. അപ്പുറത്തെ കമ്പനിയിലേക്ക് പോട്ടെ കേട്ടോ. ഈശോ, ഇവിടെ ഇറങ്ങി പോണോടത്ത് നല്ല പണി കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് കറക്റ്റ് പോസ്റ്റിൻ്റെ സൈഡ് ചേർന്നാണ് ഒടിഞ്ഞു പോണത്. നല്ല ബുദ്ധിമുട്ടാണ് സംഭവം. ഇങ്ങനെയുള്ള ചെറിയ വഴിക്കൊക്കെ ലോഡ് എടുക്കാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് ഹൈവേ കട ഇങ്ങനെ കണ്ടിന്യൂസ് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ലോഡുകൾ പകർത്തി കയറ്റാനും അതുപോലെ തന്നെ ഫസ്റ്റ് കയറ്റാനൊക്കെ പോണ സമയത്ത് ചെറിയ വഴിക്കും അതേപോലെ എന്താ പറയുക തീരെ വീതിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വേണം പോകാനൊക്കെ ആയിട്ട്, ഇല്ലെങ്കിൽ ഹൈവേ കട ഓടിക്കുന്ന പോലെയല്ല, പണി കിട്ടും. പിന്നെ ടയർ അതേപോലെ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, അയ്യോ ഇതേ കയറണം, വിധിക്കട കമ്പേക്കടയൊക്കെ കയറണമുണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവൻ എവിടേക്ക് നിർത്തണമെന്ന് നോക്കട്ടെ കേട്ടോ. കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് അവർ കൂണി വെച്ച് ഉള്ളിലേക്ക് പറക്കി വയ്ക്കും. അതാണ് കൊണ്ട് പരിപാടി. വേണ്ട വെയിൽ കൊള്ളണ്ട, ഫ്രണ്ട് പോയിട്ട് കറക്റ്റ് വീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഗായ്സ്, വണ്ടി ഞങ്ങളങ്ങനെ ഇവിടെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ ഊണ് വെച്ചിട്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് ഇപ്പോൾ എത്രയും സമയം 1:45 1:45. അപ്പോൾ അവർ ലോഡ് കയറ്റാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ട് അതെന്തിനാ മാർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല. 2 സ്ഥലത്തായിട്ട് ലോഡ് ഇറക്കണ്ടേ നമുക്ക് അല്ലേ? അപ്പോൾ അത് ബാക്കിയുള്ളത് അപ്പോൾ ഇറക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? നമുക്ക് ഇങ്ങോട്ടല്ലേ പോകണമെന്ന് പറഞ്ഞാൽ നീ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എവിടെ കിട്ടാന്ന് നോട്ടാ, എന്നിട്ട് ബാക്കി കഥ പറയാം. കണ്ടോ, അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച. പോസ്റ്റ് ഇനി പൊളിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇടിച്ച് വല്ലവരും കളഞ്ഞാൽ ടാറിങ് കുത്തി കളയേണ്ടി വരും. ഇവിടെ ഒക്കെ നോക്കിയാൽ പോസ്റ്റ് നിൽക്കുന്നത് ടാറിങ്ങിൻ്റെ ഉള്ളിൽ, റോട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതൊക്കെ എന്ത് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിക്കണത്. ഇത് ലോകത്ത് എവിടെയും വേറെ കാണില്ല, കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ മാത്രം കാണുന്ന ഒരു പരിപാടിയാണ്. ടാറിങ് റോഡിൻ്റെ നടുവിൽ പോസ്റ്റ്. ഇനി എങ്ങനെ ഇപ്പം പുറത്തെടുക്കുകയാണോ വല്ല വണ്ടിക്കാരും ഇടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ മുഴുവൻ JCB അവിടെ മാന്തി എടുക്കണ്ടേ? വണ്ടിക്കാരോട് വിളിച്ച് കളഞ്ഞാൽ വണ്ടിക്കാർ പൈസ മേടിക്കാനായിരുന്നു. അപ്പം പിന്നെ കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇവിടെയൊക്കെ റോട്ടിന് പുറത്താ, ഇവിടെ റോട്ടിലാണ്. അപ്പോൾ ഈ വഴി മൊത്തം അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ റോഡിൻ്റെ നമുക്ക് എങ്ങോട്ട് തിരിയണ്ടേ? ഇങ്ങോട്ടേക്ക്. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തിരിയാം. തെരഞ്ഞു പിടിച്ച് കുറേ അകലേക്ക് വന്നാണ് കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. ഊണ് കിട്ടിയില്ല, എന്തായിപ്പോയി, ബിരിയാണി ആയിപ്പോയി. പിന്നെ അജീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അവൻ ഫേസ് ചെയ്തിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അവൻ ചിരിക്കണമൊന്നുമില്ല, ദേഷ്യമായിട്ടല്ല കേട്ടോ. ക്യാമറ കാണുമ്പോൾ അവന് കുറച്ച് നാണാണ്, അതുകൊണ്ടാണ്. അത് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കണം, പിന്നെ മെല്ലെ മാറുള്ളൂ. നമുക്ക് പിന്നെ ആ നാണം പോയ കാരണം പ്രശ്നമില്ല. അപ്പോൾ എന്താ പറയുക, ചോറ് കിട്ടിയില്ല, ബിരിയാണി ആയിക്കട്ടെ. ഗൈസ്, ഞങ്ങളിത് ഊണൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ലോഡ് കയറ്റി വരുമ്പോൾ കണ്ട ഫ്രണ്ട് നിൽക്കണത്, ഞാൻ വിചാരിക്കായിരുന്നു ഫ്രണ്ടിൽ വല്ല എയർ അങ്ങനെ കുറഞ്ഞിട്ടാണോ. ഇതല്ല, നമ്മളിതൊക്കെ കണ്ട് പഠിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള ലോഡ് മാത്രം ആയതുകൊണ്ട് ബാക്കിലേക്ക് കയറ്റി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ ലോഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് നന്നായിട്ട് താഴേക്ക് വന്നു കേട്ടോ. നല്ല വെയിറ്റുള്ള ലോഡ് തന്നെയാണെന്നുണ്ട്. ലീഫൊക്കെ നന്നായിട്ട് വളഞ്ഞു തുടങ്ങി. എന്തായാലും സംഭവം ഇനിയിപ്പോൾ നമുക്ക് അല്ലറ ചില്ലറ പണികളുള്ളത് ഇപ്പം അങ്ങോട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇതൊട്ടിക്കാനുള്ളത്, അതുപോലെ തന്നെ ഇപ്പുറത്തെ എന്താ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ചെയ്യാനുള്ള സംഭവങ്ങൾ
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വിടാം. അപ്പോൾ അങ്ങനെ സമയം കിട്ടുമ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ലോഡ് കയറ്റാനൊക്കെ പോണ സമയത്തൊക്കെ ഓരോരോ പണികളൊക്കെ തീർക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ തീർത്ത് കൊണ്ടുപോകാം. പിന്നെ ഇപ്പോൾ ആ ചെറിയ സംഭവങ്ങൾ ചെയ്യട്ടെ കേട്ടോ. അജീഷേ, പുത്തൻ ചാക്കിയെന്ന് പറഞ്ഞിട്ട് തന്നേക്കണേ. കമ്പനി ബ്രാൻഡ് ന്യൂ. വർക്ക് ചെയ്യണ്ടോ? അപ്പോൾ അവിടെ തന്നു വിട്ടതാണ് കേട്ടോ. ഒന്ന് നോക്കി നോക്കാം നമുക്ക് അല്ലേ, പരീക്ഷിച്ച് നോക്കാം. വണ്ടി മേടിച്ചപ്പോഴേ അവർ ജാക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ചെന്നപ്പോഴാണ് ജാക്കി തന്നതേ. അപ്പോൾ ഈ സംഭവം ഇനിയിപ്പോൾ നമ്മൾ വെച്ച് നോക്കി ലോഡ് വണ്ടിയിൽ വെച്ച് ഇല്ല, ആ സാധനം ഇല്ല എന്ന് പറഞ്ഞത്. എന്തെങ്കിലും സാധനം വെച്ച് വെൽഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു അവർ. ഞാൻ ചോദിച്ചു ആളുടെ അടുത്ത്. കയറി നിന്നിട്ട് വേണമല്ലേ എങ്ങനെ ഇറക്കാനായിട്ട്. വർക്കിംഗ് അടിപൊളിയല്ലേ. ലോഡ് വണ്ടിയിൽ വെച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. പിന്നെ ഞാൻ ഇതേ ഇപ്പോൾ കണ്ട ഗണ്ണും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതടിക്കട്ടെ കേട്ടോ. അടിച്ചൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പേടിക്കാണ്ട്. അല്ലെങ്കിൽ ഈ സാധനം ഊരി പോയി കഴിഞ്ഞ് പറഞ്ഞ പോലെയാവും. അപ്പോൾ അതൊന്നും അടിക്കട്ടെ. പിന്നെ ഇനി ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. ജാക്കി ലിവർ, അതുപോലെ തന്നെ കട്ട മറ്റേ എടുത്ത് ഇനി വേണ്ടെന്നല്ലേ പറഞ്ഞേ, അത് കളഞ്ഞു വിട്ടാൽ ഞാൻ. സ്പാൻഡർ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വയ്ക്കാൻ നോക്കുക. എന്തായാലും ഈ സാധനം ഒന്ന് ഒട്ടിക്കട്ടെ ആദ്യം. എല്ലാ സംഭവങ്ങളും നമ്മൾ അടക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. നമ്മളുടെ ജാക്കി വെച്ചു, അതുപോലെ കട്ടയും സംഭവങ്ങളും വെച്ചു. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ഈ ലിവർ കറക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ സംഭവം വെച്ചു. വീൽ സ്പാൻഡർ വെച്ചു. അജീഷിന് ഒരു കാര്യം അറിയില്ലാത്ത ഞാനങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തു അല്ലേ അജീഷേ? പഠിച്ചില്ല? ഇത്ര നാൾ കൊണ്ട് നടന്നിട്ട് ഈ വീൽസ് മറ്റേതുണ്ടല്ലോ, എന്താ പറയുക, നീളം കൂടിയ നമ്മുടെ ലിവർ അവൻ നിലത്ത് ഇങ്ങനെ സൈഡിൽ കൂടെ വെക്കായിരുന്നു. ഇത് കറക്റ്റ് വെക്കാനുള്ളൊരു പൊസിഷൻ ഇതിലുണ്ട്. പിന്നെ അടിക്കില്ല അത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതായി. പിന്നെ എന്തിട്ടാടാ, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. കടകട അടിക്കില്ലാത്ത രീതിയിൽ വെച്ചോളാം. ഇത് വെക്കാം, പിന്നെ കുഴപ്പമില്ല. അത് നമ്മുടെ മറ്റേ സ്പാൻഡറുകളും സാധനങ്ങളല്ലേ അത്. ഈ ബാക്കി കുറേ സ്പാൻഡർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ നമ്മൾ, അതും കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ പിന്നെ അതും ഇതും ഒക്കെ അവിടെ ഇവിടെ ആക്കണ്ട. ഇനി നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ടൂൾ ബോക്സിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് സ്പാൻഡറും കാര്യങ്ങളൊക്കെ. കാരണം വീട്ടിൽ കുറേ കിടക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സംഭവങ്ങളല്ലല്ലോ. ഇത് പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ വേറെ ആൾക്കാരെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. അതും എടുത്ത് അതിനകത്തേക്ക് വെച്ചു. അപ്പോൾ ഇതിലില്ലല്ലോ, ഇതിൽ നമുക്ക് വല്ല ലോക്കറായിട്ട് ഉപയോഗിക്കാം. കുറേ പൈസ വണ്ടി ഓടിക്കിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എടുത്ത് വെച്ച് എന്താ ചിരിക്കണം, കിട്ടില്ലേ ഗായ്സ്? അത് പറഞ്ഞപ്പോൾ ചിരിക്കണം. കിട്ടാൻ ചാൻസില്ല. ഞാൻ കുറേ കിട്ടുമെന്ന് വെച്ചിട്ടാണ് വണ്ടി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൈസ അതിന് നിറയണ വരെ നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ആരെങ്കിലും ഇനിയിപ്പോൾ ഇത് വേഗം തപ്പി വരേണ്ട അതിനകത്തൊന്നും ഇല്ല. അല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് കാരണം. പിന്നെ ഇപ്പോൾ നമ്മുടെ ബാഗും സാധനങ്ങളല്ലേ ഉള്ളൂ. അതിന് മുന്നേ ഈ സാധനം അടിക്കണ്ടേ, ഈ നമ്മുടെ സിലിക്കോൺ അടിക്കണ്ടേ അടിയിൽ? ഏതാ, ഹുക്കിയാ? അപ്പോൾ അതവിടെ അത്യാവശ്യം ചിറ്റികയും അതേപോലെ ചുറ്റിക ഇവിടെ ആവശ്യമുള്ളതാണോ? അതെ. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ അങ്ങനെ വെച്ചോ. ആയിക്കോട്ടെ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കട്ടെ. പിന്നെ ഇതിപ്പോൾ ഇവിടെ നിന്ന് കയറ്റിയിട്ട് മുക്കാപ്പാക്ക് ഇപ്പോൾ ഒരു കയറ്റണില്ല എന്ന് പറഞ്ഞു. ഇതെന്താണോ കയറ്റാത്ത? കയറ്റൽ നിർത്തിയേക്കാണോ നമ്മളേ? ചായ കുടിക്കാൻ പോയോ? നമ്മൾ നോക്കുമ്പോഴേ നാഷണൽ മാർക്കറ്റിൽ ലോറിയൊക്കെ എപ്പോഴും ലോഡ് എടുത്ത് പോകണ കണ്ടേക്കണേ വൈകുന്നേരമാണ്. രാത്രി സമയത്ത് ഇതൊക്കെ സഞ്ചരിക്കണം കാണണേ. ഇതിന് കാരണം ഞാൻ വിചാരിച്ച വണ്ടി വല്ലയിടത്തും ഒതുക്കിയിട്ടിട്ട് രാത്രി ആകുമ്പോൾ ഓടിക്കഴിഞ്ഞാൽ തിരക്കില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാവുന്ന. പക്ഷേ അങ്ങടാ ഇതല്ല സംഭവം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ മൊത്തം ലോഡ് കയറ്റുന്നതും ഇറക്കുന്നതും പകലായിരിക്കും. അപ്പോൾ അല്ലാത്ത സമയത്താണ് ഈ വണ്ടി ഓടണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ മുഴുവൻ ലോഡ് കയറ്റി ഇറക്കുകയും ചെയ്യുന്ന വണ്ടികൾക്ക് റൂട്ടിൽ ഉണ്ടാവില്ലല്ലോ. അതാണ് പറഞ്ഞു വന്നപ്പോൾ ചെറിയ ഇതായി, കൺഫ്യൂഷനായി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം സംഭവം. അതുകൊണ്ടാണ് കേട്ടോ രാത്രിയിൽ ഇത്ര വണ്ടികൾ നാഷണൽ പെർമിറ്റ് കൂടുതൽ. എല്ലാ വണ്ടി ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് രാത്രിയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡ് കയറ്റി കിട്ടുമ്പോൾ വൈകുന്നേരം രാത്രിയിൽ പോകാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ എന്താ ഇറക്കിയിടാൻ? ഇറക്കിയിട്ടോ. ഫ്രണ്ട് എടുക്കണില്ല, അങ്ങനെ തന്നെ ഇറക്കാനല്ലേ? ഓക്കെ, ഇറക്കിട്ടോ. ഞാനിത് ലേശം ബാക്കിലേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ, ഇവിടെ വയ്ക്കണ്ട ഫ്രണ്ടിലാ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇവർ വണ്ടി ഇറക്കിയിട്ട് കൊടുക്കട്ടെ. നമുക്ക് ഇറക്കണോടത്ത് കൊടുക്കാനുള്ള ബില്ലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കിട്ടി. പിന്നെ അജീഷ് വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഓട്ടുകമ്മിയുടെ ഉള്ളിൽ പോയി വണ്ടി കണ്ടപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ളതിനും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അജീഷ് ഒട്ടിച്ചാൽ മറ്റേ സംഭവം. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാൻ കഴിയോടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഒട്ടിക്കട്ടെ. ബില്ല് എടുത്ത് വെച്ചോ.
എൻ്റെ പൊന്ന് ഗൈസ്, ഇത് മൊത്തം പശ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത് ഇളക്കി പറിച്ചെടുത്തപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പശ അതിനകത്ത് തന്നെ ഇരുന്നു. പിന്നെ ബാക്കി പശ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരണില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ക്ലിയർ പശ മേടിച്ചിട്ട് ഉള്ളിക്കണം മൊത്തം സിലിക്കോണാണ് കേട്ടോ, മൊത്തം അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു. ഈ സൈഡും ആ സൈഡും ഒട്ടിച്ച് കൊടുത്തു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറിട്ട റോട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, ഇത് മണ്ണും പൊടിയുള്ള മറ്റേ ഓട്ട് കമ്മിയുടെ ഉള്ളിലായ കാരണം ശരിക്കും പെട്ടു. ഇത് ഇത്ര എന്താ പറയുക 4 ഇഞ്ച് കനത്തിൽ എല്ലായിടത്തും നിറച്ചും പൊടിയാണ്. പിന്നെ വണ്ടിയുടെ അടിയിൽ കിടക്കാനായിട്ട് സുഖം. എനിക്ക് തോന്നുന്നു ഉള്ളിൽ കിടക്കണേക്കാളും നല്ലത് പുറത്ത് കിടക്കാന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല വല്ല ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഇനി ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാമല്ലോ. ഭാരത് ബെൻസിൽ നിന്ന് പിന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാരത് ബെൻസിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള ചെക്കപ്പ് ഉണ്ട്, ജനറൽ ചെക്കപ്പ്. അതിന് വേണമെങ്കിൽ കൊണ്ടുപോരെ, നമുക്കിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. നീ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അജീഷ? വേണമെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യാം. ചെക്കപ്പാ? ഫുൾ ചെക്കപ്പ്. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ ലോഡ് കയറ്റിയിട്ട് നിൽക്കണം. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് 3-4 ദിവസത്തിന് ശനിയാഴ്ച വരെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ എന്താ പറയുക ലോഡ് കയറ്റി നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുകയാണെങ്കിൽ വന്നതിന് ശേഷം ഫുള്ള് അവരെ കൊണ്ടൊന്ന് ജനറൽ ചെക്കപ്പ് ചെയ്യിപ്പിക്കാം. ഒന്ന് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇത് ഫ്രീ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യിപ്പിച്ച് ആ ബുഷും സാധനങ്ങളും മാറ്റാനുള്ളത്. നീ ഇത് കണ്ടില്ലായിരുന്നോടാ, ഈ മറ്റേ ഷോക്ക് അബ്സർ കിടന്നടിക്കണത് അടിയിലത്തെ കണ്ടുണ്ടായിരുന്നോ? ഫ്രണ്ടിലത്തെ അത് ഞാൻ കാണിച്ചു തരാം. അതിന് ബുഷില്ല അടിയിൽ. അതല്ലേ? അപ്പോൾ അതിൻ്റെ ബുഷ് പോയതുകൊണ്ട് കടന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിയുണ്ട്. അപ്പോൾ അത് ആ ബുഷും കാര്യങ്ങളും നമുക്ക് ഇടുകയും ചെയ്യാമെന്ന്. പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നോക്കിയിട്ടേ ചെയ്യിക്കാം. ഓക്കെ. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷ് ഇവിടുന്ന് ലോഡായി കഴിയുമ്പോൾ കയറ്റിയിട്ട് നേരെ മണ്ണത്തേക്ക് വരും. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്കാണ് പോണത്. നേരെ വീട്ടിലേക്ക് പോയിട്ട് ചെന്നിട്ട് ഇനി അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇവൻ ലോഡ് കയറ്റിയിട്ട് ഇനി രാത്രിയില്ലേ നമ്മൾ പോകുള്ളൂ. രാത്രി പോയാൽ മതി. അതെ, ഈ സമയത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ ലൈനിലായാലും ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു 9 മണിക്ക് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇറക്കേണ്ടത് ദിണ്ടിക്കല്ല്. ഒരു 5-6 മണിക്കൂർ മതി ദിണ്ടിക്കല്ല് ഓടിച്ച് എത്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈകുന്നേരം 9 മണി ഒക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണി പുലർച്ചെയൊക്കെ ആവണോട് കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എത്തേ വേണ്ടു. അല്ലാണ്ട് വെറുതെ അവിടെ പോയി കിടന്നുറങ്ങാൻ നിൽക്കണ്ടല്ലോ. അപ്പം എല്ലാം അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിശേഷം ഒന്നും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. അവിടുത്തെ കയറ്റി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ സൈഡിൽ നിന്ന് കുറച്ച് കയറ്റാണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റിയിടണം നമുക്ക്. അയ്യോ, ഞാൻ AC ഉള്ള കാര്യം മറന്നുപോയി ഗൈസ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് നോക്കി ചൂട്ടത്തിരുന്ന് വേർത്ത് വലിച്ച് ഇരുന്നപ്പോഴാണ് ഇവൻ എന്നോട് ചോദിക്കുന്നത് ചേട്ടൻ AC ഇട്ടില്ലേന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണം AC ഉള്ള വണ്ടി ആയിരുന്നല്ലേ എന്ന്. സംഭവം മറന്നുപോയി. ഇനി ഓർക്കാം. ഇപ്പോൾ ക്യാമറയുടെ ഇതിലേ മെമ്മറി കാർഡ് ഇട്ടുണ്ടായിരുന്നു നേരത്തെ, സിം കാർഡ് ഇട്ടു. പക്ഷെ അത് ഉള്ളിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് കുത്തി കയറണം, അത് കയറണില്ല. അപ്പോൾ അതിന് എന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സംഭവം എന്താണെന്നുള്ളത് നോക്കി കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് നേരം കൂടി എടുക്കും. അതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇനി ഇവിടെ നിന്നാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അജീഷ് ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് നമ്മുടെ കാറ് ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്തേക്ക് ഇടണം. അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് ഒതുക്കി നിർത്താം. റിവേഴ്സാണ്. റിവേഴ്സ് മരക്കുറ്റിമലൊക്കെ കയറും എന്നുള്ളത് നോക്കണേ. കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ ടയറൊക്കെ പൊട്ടണത് പൊട്ടേന്ന് പൊട്ടണത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, അമ്മ ലീവ് സെറ്റൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാ. ആ സൈഡ് പോവില്ല കേട്ടോ, അവിടെ ഓടിക്ക. ഇവിടെയിട്ട് ഒടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടായി. ഈ മരം ഇവിടെ ഇരിക്കണായിരുന്നേ, ഒടിച്ച് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണ്ടേ. ഇവിടെ നിന്ന് വന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ബാക്ക് വെച്ചു ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കിട്ടണില്ല ഇങ്ങോട്ടും കിട്ടണില്ല. അവിടുത്തെ പായയുടെ ഉള്ളിൽ കൂടെയും എല്ലാത്തിനെയും കൂടിയിട്ട് ഇത് ചെയ്യണ്ട. അപ്പോൾ ഒരു വീല് പൊക്കി വെച്ചു. പൊക്കണേക്കാളും മുന്നേ തിരിക്കുമ്പോൾ ആ വീലും കൂടി തിരിഞ്ഞിട്ടേ പറ്റാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ സംഭവം ഓക്കെ ആക്കി. ആദ്യം വന്ന് പായയുടെ അവിടേക്ക് ചെന്ന് കയറി. കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒടിഞ്ഞ് കിട്ടുമ്പോൾ രക്ഷയില്ല. അല്ലാണ്ട് ഒടിഞ്ഞ് വരില്ല. വണ്ടി ഓടിക്കാനുള്ള സ്ഥലം വേണ്ട, അതാണ്. ഈ ഓട്ടത്തിനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് കേട്ടോ. നമുക്ക് ഓരോ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു അട്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിലാണെങ്കിൽ വീണ്ടും കുറച്ച് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ.
ഓ, അപ്പം ശരിക്കും ഇവിടെ വന്നാൽ പൊടിയും അതുപോലെ തന്നെ നല്ല സുഖമാണ്. എന്താ പറയുക, ആകെ തവിട് പൊടിയാവും. നമ്മുടെ ഏറെക്കുറെ കഴിയാറായി. 2 അട്ടിക്കടി വെക്കാറുള്ളൂ കേട്ടോ. 2 അട്ടിക്കടിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായി. ഇവിടെ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട്. അത് ഡിസൈൻ കണ്ടോ, അങ്ങനത്തെ ഡിസൈൻ എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണെന്നുണ്ട്. നമ്മുടെ ഇതുപോലെ കണ്ടു രാജാവ് റാണി അതിൻ്റെയാണോ ഡിസൈൻ? അങ്ങനത്തെ എന്തൊരു ഡിസൈൻ പോലെ തോന്നുന്നത്. ഒട്ടുകമ്പനിയുടെ വണ്ടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒട്ടുകമ്പനി വണ്ടി. ഇതിൽ തള്ളിയിട്ടാണ് ഓട് വെച്ച് കൊണ്ടുവരുന്നത്. ഫാൻ കണ്ടോ, എൻ്റെ അമ്മ മോട്ടർ അരയുടെ മോട്ടറുള്ള ഫാനാണ് ഇത്. ചൂള ഇവിടെയാണ് തീ കൊടുക്കണം. ഇതല്ലടാ മറ്റേ പോക്കുഴലിൻ്റെ സാധനം മുകളിലേക്ക്. അതിവിടെയാണ് തീ കൊടുക്കണം കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ. എൻ്റെ പൊന്നേ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഉള്ളിൽ കയറി കാണണം കേട്ടോ. ഇങ്ങനത്തെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒട്ടുകമ്മിയുടെ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് വന്ന് പോകണ്ടെങ്കിലും എന്താ പറയുക, ഉള്ളിലൊന്നും കയറി കണ്ടിട്ടില്ല. ഇത് ചുട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഇത് ചുടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇത് കണ്ടോ, കാർബറീസ് മിഠായി പോലെ ഇരിക്കണം. തെറ്റിയിട്ട് പിള്ളേരൊക്കെ എടുത്ത് തിന്നും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നീ ആ സൈഡിൽ നിന്ന് എടുത്ത് തിന്നെടുത്തിട്ട് കാർബറീസ് മിഠായി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? ചെറിയ കട്ടയാണെങ്കിൽ ചിലപ്പോൾ എടുത്ത് തിന്നേ, പറയാൻ പറ്റില്ല. പിന്നെ ഇവരത് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കട്ടക്കളത്തിൻ്റെ ചൂളയുടെ അടിവശങ്ങളാണ് കേട്ടത്. കണ്ടോ, ഓട് അടക്കി വെച്ചേക്കണം. കണ്ടോ, ഈ ഓട് മൊത്തം ഇങ്ങനെ അടക്കി ഉള്ളിൽ വെച്ചിട്ട് ഇതിലിങ്ങനെ തീയിട്ട് കൊടുക്കുമ്പോഴാണ് മുകളിലേക്ക് പുക പോകണതും. അതുപോലെ തന്നെ എന്താ പറയുക, സാധനം വെന്ത് ചുമപ്പ് മണ്ണിൻ്റെ കളർ മാറി ചുമപ്പ് കളറാവണത്. ഇത് കണ്ടോ, ഇതൊക്കെ അടച്ചു വെച്ചേക്കണം. കണ്ടോ, ഇത് ഓരോ ചൂള ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേവാണ് ചെയ്യുക ഇരുന്നിട്ട്. ഇതുണ്ട് കട്ടക്കളം എന്നല്ല, ഓട്ടുകമ്പനി കണ്ടു. ഇപ്പോൾ പഴയ കാലത്തെ പോലെ നമ്മുടെ വീട് പണിയുന്ന സമയത്ത് മേയാൻ വേണ്ടിയുള്ള ഓടൊന്നല്ല കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ എന്താ പറയുക, ടെറസിൻ്റെ മുകളിൽ വിരിക്കുന്ന ഓട്, അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക അടിയിൽ വിരിക്കുന്ന സൈസ് ഓട്, അങ്ങനെയുള്ള വെറൈറ്റികളാണ്. പഴയ കാലത്ത് വിട്ടിട്ട് അതൊക്കെ മാറി, എല്ലാം മാറി ഓരോ മേഖല മാറുമ്പോൾ അതനുസരിച്ച് എല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. ആദ്യ കാലത്തൊക്കെ നമ്മുടെ വീട് പണിയുന്നിടത്തായിരുന്നു, വീട് പണിയുന്ന ഓടായിരുന്നു ഏറ്റവും അധികം ചിലവുണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് മാറി ഇപ്പോൾ എല്ലാം വ്യത്യാസമായി. അപ്പോൾ ഒരു ദിവസം ലോഡ് കയറ്റാനായി അല്ലേ. ഇനി ഒരു ദിവസം ഇറക്കാനും വേണം. പിന്നെ ഒരു ദിവസം ഓടിക്കാൻ, ഒരു ദിവസം വേണ്ട, ആകെ 5 മണിക്കൂർ മതി ഓടിക്കാൻ. ഞങ്ങളുടെ ടിപ്പറാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ, കല്ല് കയറ്റാൻ ആകെ 5 മിനിറ്റ്, JCB കിറ്റച്ചാണെങ്കിൽ ഇറക്കാൻ അതുപോലെ തന്നെ വെറും 5 മിനിറ്റും 10 മിനിറ്റും. അപ്പോൾ ടിപ്പറും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കയറ്റാനും ഇറക്കാനും വലിയൊരു സമയം പോകുന്നൊരു സംഭവമാണ്. കാരണം നമ്മളെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് കയറ്റണം, നേരം വൈകി അല്ലെങ്കിൽ കയറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്ക് പോകില്ല എന്ന് പറയും. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കിടക്കേണ്ട വരുമ്പോൾ ഇല്ലേ മനസ്സിലാവുക എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ആദ്യത്തെ അനുഭവമല്ലേ, നമുക്കതിലും അറിയില്ല. അപ്പോൾ ഇത്രയധികം സമയം കയറ്റാൻ എടുക്കുമെന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം, രാവിലെ വന്ന വണ്ടി 9 മണിക്ക് വന്നു, വൈകുന്നേരം ഇപ്പോൾ കയറ്റി കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഇറക്കും. നാളെ രാവിലെ ഇറക്കി ചിലപ്പോൾ രണ്ടും കഴിഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ദിവസത്തേക്ക് വീണ്ടും ഇറക്കാൻ നിൽക്കേണ്ടി വരും. അപ്പം 3 ദിവസം വഴിക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു ലോഡിന് പോയാൽ 3 ദിവസം, ഒരു ദിവസം കയറ്റാനും 2 ദിവസം ഇറക്കാനും 1 ദിവസം ഓടാനും അങ്ങനെയായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നമ്മൾ ആദ്യത്തെ ഒരു ഇതല്ലേ, വിറകും കാര്യങ്ങളൊക്കെ കത്തിക്കാനായിട്ടിട്ടുണ്ട്. ഇവരൊക്കെ വിറകും സംഭവങ്ങളൊക്കെ ഒതുക്കിയിടുകയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ സുഖമായിട്ട് വന്നിട്ട് എടുത്ത് പോയി. ഇതൊക്കെ ഇതുമ്പോഴൊക്കെ കയറുമ്പോൾ ടയറിൻ്റെ പണി കഴിയും. ടയറിൻ്റെയൊക്കെ പെട്ടെന്ന് കയറി തെറിച്ചിട്ടാ മറ്റേ കമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ തെറിച്ച് പോകണം. കണ്ട, അതിലൊരു അടി അടിച്ചു നോക്കി. എന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെടുത്ത് മാറ്റാൻ നമുക്ക് സമയം കിട്ടുന്നില്ലാന്ന്. അപ്പോഴേക്കും വണ്ടി ബാക്ക് എടുത്ത് ഫ്രണ്ട് എടുത്ത് അതുമ്മ കയറും സംഭവം. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവർക്കായാലും പറ്റില്ല. അതേപോലെ ഈ വീല് കിടന്നിങ്ങനെ തിരിഞ്ഞപ്പോൾ അവൻ പൊക്കിയിട്ടോ ഈ വീല്. ഇപ്പോൾ ഈ വീല് സ്റ്റഡി അല്ല, ഈ വീല് ചെരിഞ്ഞിട്ടായിരിക്കണം. അതെങ്ങനെയാണോ ഇരിക്കുക എനിക്കറിയില്ല കേട്ടോ. എല്ലാ വീലും സ്റ്റഡി ആയിട്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ കറക്റ്റ് ആവുമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കെട്ടിയിട്ടുള്ളത് ഇത് മാറ്റിയിട്ട് പായ നമ്മുടെ മുകളിലിരിക്കുന്ന പായ മൊത്തം എടുത്ത് സൈഡിൽ കെട്ടണം എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ആ മുകളിൽ എന്താ പറയുക, ആ പായ അങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ സൈഡിലെ മറ്റേ ഇതുണ്ടല്ലോ ഓട് മുകളിൽ വെച്ചിട്ടുള്ള ഒരു വരി ഉണ്ടല്ലോ, അത് തള്ളിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ തള്ളിപ്പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഓടുണ്ടാവില്ല, വാടക കിട്ടില്ല, വെറുതെ പോയ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതൊക്കെ കെട്ടി ഭംഗിയാക്കണം. ഈ ബാക്കിലേക്ക് വീണ്ടും ഇറക്കിയിട്ട് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പ്രശ്നമാണ് തന്നെ. പിന്നെ ഏറ്റവും സുഖമുള്ള ഓട്ടം എന്ന് പറയുന്ന ഓട്ടങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഓട്ടങ്ങൾ എന്താവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടായിരുന്നത്. അപ്പോൾ ആ മസ്ത മരം ഇറക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കേണ്ട വന്നു. നോക്കിയേ, ഫുൾ ലോഡ് വെച്ചിട്ടാണ്. നമ്മുടെ വണ്ടിയൊന്നും ഇത്ര ഇതേവരെ ലോഡ് കണ്ടിട്ട് പോലും ഇല്ല.
ക്യാമറയുടെ കാര്യം കുറേ നോക്കി, അത് ശരിയാവണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, മെമ്മറി കാർഡല്ല സിം കാർഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇടാനായിട്ട് പറ്റണില്ല. കാരണം അത് എന്തോ ഒരു സംഭവം ചെയ്യാനുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ചെയ്യാനുണ്ട്. അതിപ്പോൾ അവരോട് വിളിച്ച് പറയുമ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മറ്റേ സിം കാർഡ് ഇട്ടുള്ളത് കറക്റ്റ് അല്ല. കുറേ പൊസിഷനിൽ വെച്ചിട്ട് നോക്കി മനസ്സിലാവണില്ല. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് മണ്ണത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ വരികയാണെങ്കിൽ കൈയോടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിലവിൽ എനിക്ക് നോക്കിയിട്ട് പറ്റിയിട്ടില്ല, ഇവിടെ എന്തായി കഴിഞ്ഞു എന്നുള്ളത് അറിയില്ല. ലാസ്റ്റ് വരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അജീഷിനെ പായിടാൻ. അജീഷ് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. ഓട് മൊത്തം സംഭവം വൈക്കോല് വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ, ഒരെണ്ണം പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. ഒക്കെ പെർഫെക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞു തന്നില്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ലോഡ് കയറ്റി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേ കണ്ട, അത് അവിടെ ഒരു ചെറുതായിട്ട് വരയുന്ന ഒരു പാടുണ്ട്, അവിടെ വരയണ കണ്ട. അപ്പോൾ ഈ രണ്ട് സംഭവമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അത് ഇങ്ങനെ വരുന്ന മൂലകളില്ല, അത് ഗ്രൈൻഡ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഇത് കനം കുറയ്ക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് പെർഫെക്റ്റ് ആവും. വേറെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് വലിയ തടസ്സമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഭംഗിയായിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ്, അല്ലെങ്കിൽ കടകടാന്ന് കിടന്ന് അടിക്കും. അപ്പോൾ ഈ സൈഡ് പിന്നെയും കുഴപ്പമില്ല, ആ സൈഡ് നല്ല പ്രശ്നമാണ്. ആ സൈഡ് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായ സംഭവം ഇതിലിങ്ങനെ കുത്തിക്കൊള്ളുക. ഇതിൻ്റെ അളവ് തെറ്റിപ്പോയി. അതായത് ഈ കട്ടിങ് ഇങ്ങനെ കയറ്റി കട്ട് ചെയ്യണം. അത് അങ്ങനെ കയറ്റി കട്ട് ചെയ്യാനും പറ്റില്ല. കയറ്റി കട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഗ്യാപ്പില്ല, ഈ ഗ്യാപ്പ് കറക്റ്റ് ഇതിൽ വന്നു. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഇതിൽ മാറ്റി അടിച്ചതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യണമെങ്കിൽ. അത് കാരണം തന്നെ ഈ ബീഡിങ് ഒന്നും കയറില്ല. ബീഡിങ് കയറിയാൽ തന്നെ തള്ളിപ്പോവുക. ഇതിൻ്റെ പുറത്തേക്ക് ഇത് വരണ്ടേ, പക്ഷേ ഇത് വന്നപ്പോൾ ഇതിൽ കറക്റ്റ് തട്ടാവുന്ന രീതിയിൽ ഇതിങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ, ഇത്ര വരാൻ പാടുള്ളൂ. ഇത്ര നിൽക്കുമ്പോൾ ഇത് ചെയ്യണം, ഗ്യാപ്പ് വേണം. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കുറഞ്ഞു. അപ്പോൾ ഒരു ലേശം വ്യത്യാസപ്പെടുത്താണ്ട്, ലേശം ഒന്ന് പണി കറക്റ്റ് ചെയ്താലാണ് ഭംഗിയാവുള്ളൂ. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുമ്പോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുമ്പോൾ പോയി മുട്ടുക. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ തന്നെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. എന്തായാലും ഈ ഓട്ടം പോകുമ്പോൾ അറിയാം എന്തെങ്കിലും വേറെ വ്യത്യാസം ഉണ്ടെങ്കിൽ. മുകളിലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ തട്ടാനില്ല, രണ്ട് ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ മുകളിൽ വശത്തേക്ക് ഒന്നും തട്ട് അല്ലെങ്കിൽ വേറൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഗ്രൈൻഡ് ചെയ്ത് കളയാത്തത് ഇവിടെ മുട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണമായിരുന്നു ഇത് വെക്കാനായിട്ട്. ഇത്ര അടുപ്പിച്ച് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ക്യാബിനിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. അത് പറ്റുമോ നോക്കട്ടെ. ഇനി ക്യാബിനിൽ നിന്ന് ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനും ഭംഗിയാവുക അതാണ്, കുറച്ചുകൂടി ഭംഗിയാവുക അത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോക്കട്ടെ, അതൊന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ പ്രാവശ്യം ഒന്ന് ചെല്ലുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ അതേ പായ കുറേശ്ശെ ഇട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാലൻസ് പായക്കടിയും ഇടാനുണ്ട് കേട്ടോ. പിന്നെ ഇതേ മരം കൊണ്ടുവന്ന വണ്ടി മരം ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മരം ഇതേപോലെ തന്നെ ഹിന്ദിക്കാർ ഈ പണി കഴിഞ്ഞിട്ട് വേണം മരം ഇറക്കാനായിട്ട് പോകാൻ. അപ്പോൾ ഇവർക്ക് അതിന് ഹിന്ദിക്കാർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയുണ്ട് കേട്ടോ. നിലവിൽ ഞാൻ ഒരു മറ്റേ ഇതുണ്ടോ നോക്കട്ടെ, എന്താ പറയുക, നമ്മുടെ ഈ റിമോട്ട് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റിലാക്കിയിട്ടേ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇത് മാറി ഇതൊന്നും തേഞ്ഞ് പോകില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ എഴുത്തും ഇതൊക്കെ മാഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ശബ്ദം നല്ല അടവുണ്ട് കേട്ടോ, ശബ്ദം തുറന്ന് കിട്ടിയിട്ടില്ല, അത് തന്നെ ഇന്ന് ശബ്ദക്കുറവ്. മരം തട്ടണത് ഒരു പ്രത്യേക സ്റ്റൈലാണ് നോക്കിയേ. ഞാൻ വിചാരിച്ച് ഇറക്കല്ല, ഇത് കെട്ടയച്ചിട്ട് വണ്ടി ഒറ്റ റിവേഴ്സ് എടുക്കലായിരുന്നു. ഞാൻ കണ്ടില്ല, ഇങ്ങനെ ഇറങ്ങി നോക്കി തന്നെ അത് കാണാൻ പറ്റുന്ന അപൂർവ കാഴ്ചയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നോക്കി വേണ്ട, ഇത് ആൾക്കാർ നിന്ന് ഇറക്കുകയാണെങ്കിൽ സമയം കുറേ എടുക്കും. ഈ സാധനം സിമ്പിൾ മെത്തേഡ് ഒന്നുമില്ല. അടിയിലേക്ക് പോയിട്ടുള്ള വിറക് അങ്ങോട്ട് മാറ്റിയിട്ട് അടിപൊളി. അല്ലെങ്കിൽ ഇത് മുഴുവൻ എപ്പോൾ ഇറക്കി തീരാനാ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ മറ്റേ പായ കൂടി, അതായത് വലിയ പായ കൂടി ഇടേണ്ട വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്ടി മുകളിലേക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ പായ ഇട്ടിട്ട് നമ്മൾ സൈഡും കൂടി കവർ ചെയ്ത് കെട്ടിപ്പോണം. സൈഡ് കവറാവില്ലടാ, ഇല്ല. ആ, മുകളിൽ മാത്രമേ ഇട്ടുള്ളൂ. ഓട് മാത്രം. ഓടിൻ്റെ മുകളിൽ മാത്രമേ ഇടുള്ളൂ എന്നാട്ടോ പറയണത്. ഇത്ര ഇട്ടാൽ മതി എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് താഴെ വരെ കെട്ടിയിടണ്ട. നമുക്ക് ഇത് കാണാണ്ടിരിക്കാനും അതേപോലെ കെട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടണമെങ്കിൽ ഈ പായ സൈഡിൽ കൂടി ഉണ്ടെങ്കിലാണ് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി ചെയ്യണം. ഞാൻ വിചാരിച്ചാൽ താഴേന്ന് മുതൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടാവും. ഇനി അവിടെ നിന്ന് മുതൽ കോർത്ത് വലിച്ച് കെട്ടി പോരുക. ഇതൊക്കെ ആദ്യമായിട്ട് കാണണത് എന്തായാലും. അത് കാരണം വീഡിയോ പിടിച്ച് എല്ലാം മനസ്സിലാക്കി. സൈഡ് തെന്നി പോരുന്നില്ലേ. ഓക്കെ, ഫസ്റ്റ് കെട്ട് അതിലങ്ങോട്ട് കിട്ടി. പിന്നെ
കയറാണെങ്കിൽ മുകളിൽ നിന്ന് മൊത്തം കയറ് ഒരുമിച്ച് വലിച്ചെടുക്കുകയല്ല ചെയ്യണേ. അവിടെ ചുരുളാക്കി വെച്ചിട്ടുണ്ടല്ലോ ഏറ്റവും മുകളിൽ ടോപ്പിൽ, എന്നിട്ട് അത് ഇവിടെ ഒരു കെട്ട് കെട്ടി നേരെ അപ്പുറത്തേക്ക്. ഇനി അപ്പുറത്തെ ഇതുമ്മേ ഒരു കൊളുത്ത് എന്ന് പറഞ്ഞു നോട്ടെ, ഹിന്ദിക്കാരുണ്ട് ഇപ്പം. ഇപ്പുറത്തെ ഹുക്കുമ്മേ ഒരു കൊളുത്തും നോക്കട്ടെ. അതെ അത് തന്നെ. ഇനി എന്ത് ചെയ്യും, വലിക്കും, ടൈറ്റാക്കും. അങ്ങനെ ഊരാ കൊടുക്ക് പോലെ ഇടുമോ? അവനും അറിയില്ലേ ഇപ്പോൾ, അവനും അറിയില്ലേ? भैया हिंदी, मुझे हिंदी नहीं मालूम, उसको हिंदी नहीं मालूम, दोनों आदमी का हिंदी नहीं मालूम. क्या बोला नहीं अंदर പറയണേ? भैया उसने बोला तुम ऊपर जाने का, आदमी नीचे आने का, तुम ऊपर जाओ, ओट को ऊपर. ഓടിൻ്റെ പുറത്താക്കി കയറിക്കോ. ഊപ്പർ, അത് തന്നെ, വായു ഊപ്പർ ഇന്ന് എടുത്ത് തന്നാൽ മതി. കെട്ട് ഇവൻ കെട്ടാന്നാണ് പറയണത്. വായു കെട്ടിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ഇവനൊരു തൃപ്തി കുറവ്. അപ്പോൾ മുകളിൽ നിന്ന് കയറിട്ട് കൊടുത്താൽ മതി. ഇതില്ലാണ്ട് എന്താ പറയുക, കെട്ടാവേണ്ട സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിനക്ക് കിട്ടി കഴിഞ്ഞാൽ നിനക്കൊരു സംതൃപ്തി ഉണ്ടെന്നല്ലേ? അത് ശരിയാ. അതെ, വലിച്ച് ടൈറ്റ് ചെയ്ത് കണ്ടോ? ഇങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഊരാക്കുടുക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അമ്മ. അപ്പോൾ ഇനി ഇവിടുന്ന് വലിച്ച് ടൈറ്റ് ചെയ്തു. ഇതൊക്കെ ഞാനേ ശരിക്കും പറഞ്ഞാൽ പായ ഇടുന്ന വീഡിയോ കുറേയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മളുടെ ആ സൈഡിൽ കിടന്ന് മരം ഇറക്കണ കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് കണ്ട. അപ്പോൾ ഇത് എല്ലാ പായ ഇങ്ങനെയല്ലല്ലോ കേട്ടാ. ഇതിപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പരിപാടി ആയാലല്ലേ ഇങ്ങനെ കേട്ടണേ? അല്ലെങ്കിൽ വേറെ അടിയെന്നൊക്കെ കിട്ടും അല്ലേ? അല്ലെങ്കിൽ ഇത് മഴ കൊണ്ടാൽ കുഴപ്പമില്ലാത്ത സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും വിറക് ഇറക്കണം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പരിപാടി. സംഭവം കിട്ടില്ലായി. അപ്പോൾ അങ്ങനെ ഇത് മുഴുവൻ ഇപ്പോൾ കെട്ടി തീർക്കണം കേട്ടോ. ഇവിടം വരെ കെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടേക്ക് ഒരു കയറ് ഇങ്ങനെ കോർത്ത് വലിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും താഴത്തേക്ക്. പായ കെട്ടണത് മുഴുവൻ നോക്കി നിൽക്കുമായിരുന്നു. എല്ലാം നോക്കി നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടോ. ബാക്കിൽ കെട്ടുന്നത് എങ്ങനെയാണ്, ഫ്രണ്ടിൽ കെട്ടുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയതിൻ്റെ കാര്യം ഇനി നമുക്ക് എന്തെങ്കിലും കെട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വേറെ ആൾക്കാരോട് ചോദിക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ നോക്കി നിന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സംഭവം മനസ്സിലായി. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ മണ്ണുത്തിക്ക് പോവാണ് വണ്ടി കൊണ്ട്. വൈകുന്നേരമാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ വൈകുന്നേരം നമ്മൾ മണ്ണുത്തിയിൽ കൊണ്ടിട്ടിട്ട് മണ്ണുത്തിയിൽ കൊണ്ടിട്ടിട്ട് വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് എടുത്ത് പോകും. അപ്പോൾ അജീഷ് നേരെ മണ്ണുത്തിക്ക് പോകണം, ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇത്തിരി പരിപാടി കഴിഞ്ഞ് ഞാൻ ഒരു 9 മണിയൊക്കെ ആവാറാകുമ്പോൾ അജീഷിൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നല്ല കയറ്റാണ്. അവിടുന്ന് കാല് കൊടുത്ത് കയറി വരണം കേട്ടോ. എന്നാലാണ് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി പോകുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോഡായി കാരണം വീല് നിരങ്ങാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഒറ്റയടിക്ക് അവിടുന്ന് എടുത്തിങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കന്നി ഓട്ടം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഇനി മണ്ണുത്തി ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത് വൈകുന്നേരം പോകുമ്പോഴാണ് ശരിക്കുള്ള സ്റ്റാർട്ടിങ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങാനായി പോകുന്നു എന്ന് പറയില്ലേ, അതാണ്. അവനാ വളവിന് ഒറ്റയടിക്ക് ഒടിഞ്ഞ് പോകാണ്ട് വന്നപ്പോഴേ ബാക്കിറക്കിയപ്പോൾ ബാക്കിലത്തെ എന്താ പറയുക ബൈക്കുകാരൻ എന്നിട്ട് തേങ്ങയുണ്ടോ കാണിക്കണേ. ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ.
സംഭവം ആദ്യമായിട്ടൊരു ട്രിപ്പാണ് നമ്മൾ പോയിട്ടുള്ളെങ്കിലും ഇനി ഇങ്ങനത്തെ ലോക്കല് വഴിക്കൂടെ നമ്മൾ ഒരു 25 ടണ്ണൊക്കെ വെച്ചിട്ട് ഓടി കയറ്റവും അതുപോലെ വളവൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വണ്ടിക്കാരെ മുഴുവൻ നോക്കി മെല്ലെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇങ്ങനെ പ്ലെയിൻ റോഡിൽ കൂടി ഒന്നും പോകുമ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ നിന്നില്ലേ, അതേപോലെയൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ബാക്കിൽ എന്തോരം വണ്ടികളെ ബ്ലോക്ക് ആവണം. അപ്പം അങ്ങനെ അവരൊക്കെ ഇങ്ങനെ തെറി പറയുമ്പോഴൊക്കെ അത് ശരിക്കും പണി വേണമുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് അതിപ്പോൾ നമ്മൾ ഓടിച്ചാലും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഓടിച്ചാലും ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അതിപ്പോൾ മെല്ലെ മെല്ലെ ഓടിച്ച് സെറ്റ് ആവുന്നല്ലാണ്ട് വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് മെല്ലെ മെല്ലെ ഓടിക്കണ കണ്ട അതിൻ്റെ സ്റ്റൈലുകളൊക്കെ മനസ്സിലാക്കി ആ രീതിക്ക് അങ്ങോട്ട് ഓടിച്ചു പോവാം. പിന്നെ വരാനുള്ള ബ്ലോക്കൊക്കെ എന്തായാലും ഈ കാറ് കൊണ്ട് നടക്കണ പോലെ പറ്റില്ല എന്നുള്ളപ്പോൾ മനസ്സിലായി. ഇത് തുമ്പറ്റത്ത് കൊണ്ടുവന്നിട്ടാണ് അവൻ ഗിയർ മാറി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വളവെത്തുമ്പോഴേ അഡ്വാൻസ് ചെയ്ത് ഗിയർ മാറി പോകണ്ടേ. അത് എനിക്ക് തോന്നുന്നു ഗിയർ മാറിയത് തുമ്പറ്റത്ത് കൊണ്ടിടത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചോദിച്ചോട്ടെ അവൻ്റെ അടുത്ത് എന്താണ് സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ കയറ്റത്ത് വരുമ്പോൾ സ്ലോ ആവേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അവിടെ മുതൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് പോരുകയാണെങ്കിൽ മുന്നത്തെ ഗിയറിൽ ഇടുകയാണെങ്കിലേ ഇപ്പോൾ ഫസ്റ്റിലേക്ക് ഇറങ്ങുന്ന കയറ്റാന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോരുകയാണെങ്കിൽ പ്രശ്നമില്ല. ലാസ്റ്റ് വന്നിട്ട് ഗിയർ മാറാൻ നിൽക്കുമ്പോൾ അവിടെ കഴക്കിൽ വന്നിട്ട് നിൽക്കേണ്ട ഗതികേട് വരെ. പിന്നെ ആദ്യമായിട്ട് വരുന്ന വഴിയല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വഴിയുടെ കയറ്റവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് തന്നെ മുൻകൂട്ടി എന്നാലും അത് കണ്ടു ഓടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇപ്പം ഞാൻ അവിടുന്ന് മുതൽ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് അങ്ങനെ നമ്മൾ ബാക്കിൽ വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വളവീടിയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് വീശി ഒടിക്കുന്നത് ഇവ കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടു പഠിക്കാമല്ലോ. എങ്ങനെയാണ് വേറെ വണ്ടികൾ വരുമ്പോൾ സൈഡ് കൊടുക്കുന്നത്, എത്ര സ്പീഡിലാണ് പോണത്, ഇതൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറോ അല്ലെങ്കിൽ ടിപ്പറോ ഓടിക്കണ പോലെ അല്ലല്ലോ. ഇത് വലിയൊരു വണ്ടിയാകുമ്പോൾ ഇതെങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് പുറത്തുനിന്ന് നിന്ന് വീക്ഷിക്കുന്നത്, വണ്ടി ഉള്ളിൽ നിന്ന് വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഓടിക്കണതും ഒക്കെ മനസ്സിലാക്കണതും ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ എല്ലാ രീതിയിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറു വഴിക്കൊക്കെ വന്നപ്പോൾ ബാക്കിൽ വന്നതാണ്. ഇനിയിപ്പോൾ വീതി കൂടിയ വഴിയാണ് നേരെ നമ്മൾ ഹൈവേയിലേക്ക് എത്താറായി. ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. എത്ര ഓടിക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്കും ഹൈവേയിലൊരു സൈഡ് പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ചെറിയ വഴിക്കും സംഭവത്തിനൊക്കെയാണ് ഓടിച്ച് സെറ്റാവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് വെച്ച് പിടിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇനി അവിടെ ഒതുക്കി ഫുഡൊക്കെ കഴിച്ച് നിൽക്കും. ഞാനാണെങ്കിൽ നേരെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി, കാരണം ആ പൊടിയിൽ മുങ്ങി തവിട്ട് പൊടിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ബസ് കയറി നേരെ മണ്ണത്തേക്ക് വരാൻ കാറ് വീട്ടിലിട്ടിട്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് വിടാം കേട്ടോ നമുക്ക്. സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാ ക്യാരവാനുകളും കിടക്കണുണ്ടോ. ഏതാ സിനിമ എന്നുള്ളത് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്തായാലും വണ്ടി കണ്ടിട്ട് ടോവിനോടെ ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ലോറി ഇതേ പാർട്സ് ലോറികൾ ലോഡൊക്കെ കയറ്റി കിടക്കണ നോക്കിയേ. ഇതേപോലെ വൈകുന്നേരം പോകാന്ന് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നണം കേട്ടോ. കുറേ ഉണ്ട്. കുറഞ്ഞില്ല, പുതപ്പിൻ്റെ ഉള്ളിൽ തന്നെയാ. അപ്പോൾ റെസ്റ്റ് എടുക്ക്. അപ്പോൾ റെസ്റ്റ് എടുത്തോ കേട്ടോ. മതി. നിതയുടെ ഡാഡിയോടും മമ്മിയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ വരും. അപ്പോൾ ഞാൻ നേരെ ഇത് കഴിഞ്ഞ് വണ്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ ഇനി എനിക്ക് കുളിച്ച് ഡ്രസ്സ് മാറി നേരെ വണ്ടിയുടെ അടുത്തേക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇവിടുന്ന് ലോഡായിട്ട് പോണ വീഡിയോയും അവിടെ ചെന്ന് ഇറക്കണ വീഡിയോയൊക്കെ ആയിട്ട് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്ത് റെഡിയാക്കിക്കോളാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ 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 ബൈ. പോടാ ഉറക്കത്തിന്. അത് തന്നെ, അതാണ്.
അപ്പം എന്നാ വാ, എനിക്കൊരു ചായ എന്തായോ ആ ഒരു ഗ്യാപ്പിൽ. ഓണാക്കിയിട്ടുണ്ട്, നീ വെറുതെ പിടിച്ചാൽ മതി. ഒരു കടന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിയുണ്ട്. അപ്പം അത് ഇടാൻ എപ്പോഴും വീഡിയോ പിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നീ എന്നെ നോക്കരുത്, വീഡിയോൻ്റെ ഉള്ളിൽ കൂടെ എന്നെ നോക്കണം, മനസ്സിലായി? അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നീ പിടിക്കണ സമയത്ത് ഇത് ഞാൻ കട്ട് ചെയ്തോളാം, പിടിക്കണ സമയത്ത് ഞാനുണ്ടാവില്ല എന്ന്